ഹലോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവർക്കും ഹാപ്പി റംസാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുസ്ലിം ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊരു ഹാപ്പി റംസാൻ എന്ന്. ഇതൊരു റംസാൻ സ്പെഷ്യൽ വീഡിയോ ആണ്. രാവിലെ തന്നെ അയച്ചിട്ട് ബ്രഷൊക്കെ ചെയ്ത് നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പം നമ്മളങ്ങനെ കുറച്ച് ദുബായ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു റിലേറ്റീവ് കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നതാണ്, പക്ഷേ നമ്മൾ ഇന്നാണ് കഴിക്കുന്നത്. ഇന്നലെ കഴിക്കാൻ ഒരു മൂഡില്ലായിരുന്നു, നമ്മൾ ഇന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ പിന്നെ റംസാനായതുകൊണ്ട് ഞാൻ ആലോചിച്ചതുമില്ല റംസാൻ തലേദിവസമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും നമുക്ക് നാളെ കഴിക്കാം. പിന്നെ രാവിലെ കഴിച്ചപ്പോഴാണ് ഓർത്ത് റംസാനാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിക്കൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റൊക്കെ മൊത്തം വേറെ വേറെ ഫ്ലേവറാണ്, നല്ല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. വൈറ്റ് ചോക്ലേറ്റ്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ ഡയറി മിൽക്കിന് ടേസ്റ്റൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഫെറാറോ റോഷർ പോലെ എന്തോ ഉണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വേറെ വേറെ ഫ്ലേവറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് തന്നെ ഞാനിത് മൊത്തം കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എങ്ങനെ കിട്ടിയാൽ നമ്മൾ കഴിച്ച് തീർക്കാം. പിന്നെ കാപ്പി ആയിട്ടുണ്ടായിരുന്നത് അപ്പമാണ് കേട്ടോ. അപ്പവും മീൻകറിയാണ് കാപ്പിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം അമ്മ ചായ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചായയും കുടിച്ചിട്ടുണ്ട്, നല്ല ചായ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ബിരിയാണി തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ്. ബിരിയാണീൻ്റെ റൈസൊക്കെ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ചുമതലയും അമ്മയ്ക്ക് വന്നിട്ട് ചിക്കൻ കറി വയ്ക്കേണ്ടതായിരുന്നു. അപ്പം ഞാൻ ബിരിയാണീൻ്റെ അരിയൊക്കെ തിളപ്പിച്ച് അങ്ങനെ ചെയ്യേണ്ടത്. അമ്മ അവിടെ ചിക്കൻ കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ റെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റ് കലക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വാങ്ങിയാണ്. എനിക്ക് നല്ല റെസ്റ്റൊന്നും ഇല്ലാത്ത പണിയായിരുന്നു ബിരിയാണി. അപ്പോൾ ഞാൻ എന്തായാലും വച്ചു, അങ്ങനെ കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അതാണ്ട് വെജിറ്റബിൾസൊക്കെ നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് വെജിറ്റബിൾസൊക്കെ നമ്മൾ ഒന്ന് മൂപ്പിച്ചിങ്ങനെ എടുക്കുകയാണ് നെയ്യിൽ. അത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ അതിൽ പട്ട, തന്നെ ഏലക്ക, കുരുമുളക്, ഗ്രാമ്പൂ, അങ്ങനത്തെ പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇടാം. പിന്നെ വന്നിട്ട് നമ്മൾ നേരത്തെ കലക്കിയിരുന്ന ടാങ്കൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ടേബിളിൽ വന്നിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ പണിയൊക്കെ മിക്കവാറും ഒതുങ്ങി കാണുമായിരിക്കും ഈ ടൈമിൽ. അപ്പോൾ അമ്മയുടെ ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്ക് മാത്രമേ ചിക്കൻ കറീൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ അതാ ചിക്കനിലേക്ക് നമ്മൾ കറിയൊക്കെ എടുക്കാനുള്ളതാണ്. അതിലുള്ള മസാലക്കൂട്ടുകൾ അപ്പോൾ രണ്ടിലും ഓരോ മസാലയൊക്കെ തന്നെയാണ് ഇടുന്നത്. ഫസ്റ്റ് നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ് പിന്നെ എല്ലാത്തിനും ചേർക്കണം കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കേണ്ട കാര്യമൊക്കെ മറന്നു പറയാൻ. അപ്പോൾ രണ്ടിലും ഇതൊക്കെ തന്നെ ചേർത്താൽ. പിന്നെ വന്നിട്ട് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. രണ്ടിലും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബിരിയാണിയിലും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ടേസ്റ്റ് ഇല്ല, ഇതിൻ്റെ കൂടെ കഴിക്കായിരുന്നു. പിന്നെ നമ്മളിത് ഇഞ്ചിയൊക്കെ തരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ മുളകും അതുപോലെ തന്നെ നമ്മളുടെ കരിവേപ്പിലയും കൂടി ഗ്രൈൻഡ് ചെയ്ത് നമ്മളെല്ലാം നേരത്തെ മാഗ്നേറ്റൊന്നും ചെയ്ത് വെക്കാറില്ല. അപ്പോൾ ചിലർ രാത്രി ചെയ്യാറുണ്ട്, നമ്മളങ്ങനെയൊന്നും ചെയ്യാറില്ല ഗൈസ്. അതിന് ശേഷം നമ്മളുടെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് എടുക്കണം ഗൈസ്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ മാത്രം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണമല്ലോ അല്ലെങ്കിലും. അപ്പോൾ നമ്മൾ രണ്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അമ്മ കുറേ നേരം കൊണ്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ചിക്കൻ പൊരിക്കാനോ അതുപോലെ കറി വയ്ക്കാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഫ്ലേവറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ചിക്കൻ കാല് അമ്മ പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ചിക്കൻ കാലും കുറച്ച് പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റംസാൻ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് അമ്മ ചിക്കൻ കറി വയ്ക്കുന്നത്. അല്ലെങ്കിൽ അമ്മ ചിക്കൻ കറി ബിരിയാണി എന്ന് കേട്ടാൽ തന്നെ അമ്മയ്ക്ക് ഒരുമാതിരി പറ്റുമുണ്ട്. എനിക്കാണെങ്കിൽ ചിക്കൻ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ കൂടുതലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല. പിന്നെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇത് ചിക്കൻ്റെ വില കേട്ടപ്പോൾ നല്ല ഞെട്ടും, നല്ല വിലയുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ലെമൺ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അമ്മ ഈ ഉള്ളി അരിയുന്നത് ചിക്കൻ കറിക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. അമ്മയ്ക്ക് ക്യൂബായിട്ട് അരിയാനാണ് ഇഷ്ടം. നമ്മളിത് കുക്കറിൽ ചിക്കനാണ് വെക്കുന്നത്. കുക്കറിലാണ് നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്നത്. പണ്ട് അമ്മ ഉരുളിയിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അമ്മ ഹൈടെക്കായി കുക്കറിലൊക്കെ വയ്ക്കും. പിന്നെ നമ്മൾ ആ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകിട്ടിട്ട് അതിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇടണ്ട. പിന്നെ കറിവേപ്പില, അത് മസ്റ്റാണ് ഗൈസ്. അതിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ക്യൂബായിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്, നമ്മൾ പറഞ്ഞല്ലോ.
ക്യൂബായിട്ട് ഉള്ളി നമുക്ക് അരിഞ്ഞിട്ട് നന്നായിട്ട് അതിലേക്ക് തട്ടി കൊടുത്തതിന് ശേഷം നമ്മളുടെ ഉള്ളിയിലേക്ക് നമ്മളുടെ ഒരു സോൾട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സോൾട്ട് ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതാക്കി കൊടുത്താൽ നമുക്ക് നന്നായിട്ട് സോൾട്ട് അതിൽ പിടിക്കും. അതിന് ശേഷം അമ്മ ആദ്യം ഒന്ന് എണ്ണയിലിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ സോൾട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് പെട്ടെന്ന് നമുക്ക് എണ്ണയും സോൾട്ടും കൂടെ പിടിക്കും. അതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലേൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ലാസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തോ ലീവ്സാണ് നമ്മളുടെ രമ്പയിലയാണ് തോന്നുന്നത്. രമ്പയിലയാണ് കേട്ടോ. രമ്പയില ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് രമ്പയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ ഇട്ടത്. പിന്നെ ചിക്കൻ അപ്പുറത്ത് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മളുടെ കറിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ചിക്കൻ അപ്പുറത്ത് നമ്മളുടെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ചിക്കൻ. പെട്ടെന്ന് വയ്ക്കാൻ പറ്റും കേട്ടോ. കുക്കറിൽ വയ്ക്കാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി വയ്ക്കാൻ പറ്റും. നല്ല ടേസ്റ്റും കിട്ടും, ചിക്കൻ കറി വയ്ക്കാനും പറ്റും ഗൈസ്. കുറച്ച് നേരം ഞാൻ അടുക്കളയിൽ നിന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് റെസ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കേസരിയൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ആ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് എടുത്ത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മൾക്ക് ഇനി പ്ലേറ്റിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് തട്ടാം. അപ്പം പ്ലേറ്റ് കണ്ടോ, നല്ല വെടുപ്പായിട്ടുള്ള പ്ലേറ്റ്. ഓക്കെ, അതെടുത്തിട്ട് നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് നന്നായിട്ട് എനിക്ക് അമ്മ വച്ച് തരുന്നുണ്ട്. എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ കറിയോടെ കഴിക്കണോട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷേ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടത് എത്ര പോലെയായിരുന്നു ഗൈസ്. അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ കറിയും സെറ്റാണ് ഗൈസ്. ബിരിയാണി നെക്സ്റ്റ് നമ്മൾ ചിക്കൻ കാല്, എൻ്റെ ഫേവറേറ്റ് ചിക്കൻ കാലാണ് ഞാൻ വയ്ക്കാൻ പോണത്. പിന്നെ ചിക്കൻ കാലിൻ്റെ കൂടെ അമ്മ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കാലും ഉള്ളിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പപ്പടം ഇട്ട് എടുക്കണത്. പപ്പടം ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് അപ്പുറത്തെ പ്ലേറ്റിൽ അമ്മ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ സലാഡാണ് വെക്കണത്. സലാഡ് വെച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കറി ഉണ്ടായിരിക്കും. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ വെച്ച് കൊടുക്കും. ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. തുറന്നപ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിക്ക്. എന്ന് വെച്ചാൽ നല്ല വെള്ളം പക്ഷെ കൂടി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വെള്ളം ആവശ്യത്തിന് വെച്ചാൽ മതി. നമുക്ക് അളവൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. നമ്മൾ രണ്ടാമത്തെ തവണയാണ് കുക്കറിൽ ചിക്കൻ ബിരിയാണി വെക്കണത്. അത് നമ്മൾ ചിക്കൻ ബിരിയാണി ചിക്കൻ കറി വെക്കണത്. പിന്നെ നമ്മൾ എൻ്റെ പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ കറി തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രി ചിക്കൻ കറി തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് മിഠായും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ള ബൈ.